ഹലോ അസ്സാം വലൈക്കും വെൽക്കം സജ്മീസ് കുക്കിംഗ് ആർട്ട്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കിഡ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്, പ്രത്യേകിച്ച് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്പോഞ്ച് റെഡിയാക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറും. ഡാർക്ക് കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ സാധാരണ കൊക്കോ പൗഡർ ആഡ് ചെയ്യും. ഡാർക്ക് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഡാർക്ക് സ്പോഞ്ച് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരിച്ചെടുത്തിട്ട് വെക്കാം. ഇനി ഞാൻ ഒരു 5 ഓറിയോ ബിസ്ക്കറ്റ് ഒരു ഗ്രൈൻഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നൊന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബട്ടർ പേപ്പർ 6 റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ഓയിൽ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കേക്കിൻ്റെ സൈസ് 7 ഇഞ്ചാണ്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിൽ ഞാൻ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം, തണുപ്പൊന്നും പാടില്ല. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചോക്ലേറ്റ് കേക്കിന് ഞാൻ കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ്സ് ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, അത് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഇടും. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റിൽ ഓൾറെഡി നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര കുറച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ പഞ്ചസാര ഈ എഗ് മിക്സ് നന്നായിട്ട് അലിഞ്ഞു തന്നെ വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ എഗ് മിക്സ് നല്ല ഫ്ലഫി ആയിട്ട് വരും. കണ്ടില്ലേ, നമ്മുടെ എഗ് മിക്സ് നന്നായിട്ട് പതഞ്ഞ് നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഹൈ സ്പീഡിലിട്ട് മിക്സ് ചെയ്യേണ്ട, ലോ സ്പീഡിലിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കേക്കിൻ്റെ ഫ്ലോറൊക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലോർ കുറേശ്ശായിട്ട് അരിച്ച് എഗ് മിക്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്പാച്ചിലോ വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ബീറ്റർ ആകുമ്പോൾ ഏറ്റവും ലോസ്റ്റ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ബീറ്ററിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ സ്പാച്ചിലോ വിസ്കോ യൂസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ എല്ലാ ഫ്ലോറും ആഡ് ചെയ്ത് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഫ്ലോറൊക്കെ മുഴുവൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഓറിയോ ബിസ്ക്കറ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബൗളിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഫ്ലോറ് മുഴുവൻ മിക്സ് ചെയ്യാണ്ട് കിടക്കാനുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി നമുക്ക് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനോട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുവരെ പാൽ ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ 1/3 കപ്പിൽ റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി എടുത്തിട്ട് കുറേശ്ശായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യാം. എന്നിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ നമ്മളെപ്പോഴും വെക്കുന്ന പോലെ തന്നെ സോസ് പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോസ് പാൻ്റെ അടിയിൽ പഴയൊരു തവയും കൂടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ആവി പുറത്തോട്ട് പോകാണ്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു 30 തൊട്ട് 35 മിനിറ്റ് വരെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കേക്ക് കൂടെ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടാറിയ ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക. അപ്പോൾ ഞാൻ കേക്ക് നൈഫ് കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്പാച്ചില യൂസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് സൈഡ് വിടിപ്പിച്ചിട്ട് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അങ്ങനെ ഡീമോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. എന്നിട്ട് കേക്ക് ഫുള്ളായിട്ടും ചൂടാറാൻ വേണ്ടി വെക്കാം. എന്നിട്ട് വേണം നമുക്കിത് ലെയർ ചെയ്തിട്ട് ഐസിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ കേക്ക് കൂടെ ഫുള്ളായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ സെറേറ്റർ നൈഫ് എടുത്തിട്ട് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്പോഞ്ചിൻ്റെ എല്ലാ ലെയേഴ്സും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കേക്കിൻ്റെ എല്ലാ ലെയേഴ്സും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം.
ഞാനിവിടെ കേക്കിൻ്റെ ഫില്ലിങ്സിനും വിപ്പിംഗ് ക്രീമിലും ആഡ് ചെയ്യാനുള്ള ഗനാഷ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരേ ഗ്രാം അളവിൽ ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും എടുത്തിട്ട് മെൽറ്റാക്കി ഇട്ടതാണ്. ഇത് നമുക്കിതൊരു സൈഡിലും തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല സ്റ്റിഫാക്കി എടുക്കാം. ക്രീം ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് പീക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ടൊക്കെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ചൂടാറാതെ ഒഴിച്ചു കൊടുക്കരുത്, ക്രീം മെൽറ്റായിട്ട് പോകും, സ്റ്റിഫായിട്ട് വരില്ല. അപ്പോൾ ഗനാഷ് ഒരു പകുതിയോളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി പകുതി ഫില്ലിങ്സിനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ക്രീം ഏകദേശം സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അളവ് കൂട്ടാം. ഞാനിപ്പോൾ 5 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ക്രീമിൽ മൊത്തമായിട്ടൊന്ന് മിക്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അധികം ഇനി ഓവർ ബീറ്റ് ചെയ്യേണ്ട. ക്രീം ഓൾറെഡി സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീമോട് നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ അതിനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മിൽക്ക് മെയ്ഡിൻ്റെ മിക്സാണ്. 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും 1/4 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തണുപ്പിച്ചെടുത്തിട്ട് ആണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് സ്പോഞ്ച് ഫുള്ള് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിന് പറ്റിയ വൈറ്റ് ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും. ഇനി സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തേർഡ് ലെയർ വെച്ച് വെറ്റ് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ക്രം കോട്ട് ചെയ്തിട്ടുള്ള കേക്ക് ഒരു 5 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ ഫ്രോസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള ക്രീം പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. കുറച്ച് ക്രീം ഞാൻ വെച്ചിട്ടുണ്ട് കേക്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കേക്കിന് ഫുള്ളായിട്ടും ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്ക് നന്നായിട്ട് ഫിനിഷ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്രീം ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്തിട്ടുള്ള നോസിൽ 1M ആണ്. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കിയ പോലെ തന്നെ 1 ഗ്രാം അളവിൽ വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റും മെൽറ്റാക്കി എടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.